അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാരെ, ഇടതുപക്ഷ ജനപ്രതിനിധികളെ, നിങ്ങൾക്ക് ആർജവത്വമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനായ റബ്ബർ കർഷകന് വേണ്ടി ഈ തീരുമാനം നടപ്പിൽ വരുത്തി കാണിക്കുക. ഇവിടെ പാർട്ടിയൊന്നുമല്ല പ്രശ്നം. ഇവിടെ സാധാരണക്കാരനായ റബ്ബർ കർഷകനെ അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും പറ്റിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ റബ്ബറിന് വില തരാത്ത ഒരുത്തനെയും ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല. അതാ എക്സ് ആയിക്കോട്ടെ, വൈ ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. കർഷകനെ, സാധാരണക്കാരനെ പരിഗണിക്കുന്ന ജനപ്രതിനിധികൾ മതി ഇനി മുതൽ എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റിയാൽ. ആരാണ് നമ്മളെ പറ്റിക്കുന്നത്? നമ്മുടെ സർക്കാരുകൾ തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ആലക്കോടിൻ്റെ തെരുവീഥിയിലൂടെ അഭിമന്യമാർ ജോസഫ് പമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഓർഗനൈസ് ചെയ്ത ഒരു റാലിയിൽ, സമ്മേളനത്തിലാണ് അഭിമന്യ പമ്പ്ളാനി പിതാവ് പറഞ്ഞത്, റബ്ബറിന് 300 രൂപ താങ്ങുവില നൽകണം. ഈ 300 രൂപ തന്ന് റബ്ബർ കർഷകരെ സഹായിക്കുന്നത് ആരോ അവരെ ഞങ്ങൾ തിരിച്ചറിയുകയും അവരെ തിരിച്ച് സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിതാവ് പറഞ്ഞു, അത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തെ ഞങ്ങൾ സഹായിക്കും. വലതുപക്ഷമാണെങ്കിൽ വലതുപക്ഷത്തെ ഞങ്ങൾ സഹായിക്കും. BJP ആണെങ്കിൽ BJPയെ ഞങ്ങൾ സഹായിക്കും. അപ്പോൾ സാന്ദർഭികമായിട്ട് പിതാവ് പറഞ്ഞു, BJPക്കാർ നിങ്ങൾ ഒരു MP ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുകയല്ലേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്ക്, നിങ്ങൾക്ക് ഞങ്ങളൊരു MP തരാമെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞതിൻ്റെ സാരാംശം എന്തായിരുന്നു? ഇവിടുത്തെ പാവപ്പെട്ട റബ്ബർ കർഷകനെ ആര് സഹായിക്കാൻ തയ്യാറാകും അവരെ കർഷകർ തിരിച്ചറിയുകയും സഹായിക്കുകയും ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. എന്തെല്ലാം കോലാഹലമായിരുന്നു അതിനുശേഷം ഉണ്ടായത്. പിതാവിനെ BJPയുടെ തൊഴുത്തിൽ കൊണ്ട് പലരും കെട്ടി. പിതാവ് BJPക്കാരനാണെന്ന് വരെ പറഞ്ഞു. അഭിമന്യ പിതാവ് ഇവിടെയുള്ള സാധാരണക്കാരന് വേണ്ടിയാണ് സംസാരിച്ചത്. അത് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, കർഷകനെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പരമപ്രധാനമായിട്ടുള്ള കാര്യം. പിതാവ് പറഞ്ഞതിൻ്റെ വരികൾക്കിടയിലൂടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു അർത്ഥമുണ്ട്. കർഷകരെ സഹായിക്കാമെന്ന് പറഞ്ഞ് കാലാകാലങ്ങളിൽ വോട്ട് നേടി അധികാരത്തിൽ വരുന്ന കേരള അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട കർഷകനെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. പിതാവിൻ്റെ ആ വാക്കുകളെ സാക്ഷി നിർത്തി അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റുകൾ നമ്മളെ പറ്റിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികളാണ് സ്ഥാനാർത്ഥികളായി നിന്ന് വിജയിച്ച് MP-മാരും MLA-മാരുമായിട്ട് നമ്മുടെ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്നത്. അവരിൽ നിന്നാണ് മന്ത്രിമാരുണ്ടാകുന്നത്. ഈ മന്ത്രിമാരും മറ്റ് MP-മാരും MLA-മാരും ചേർന്നാണ് നമുക്ക് വേണ്ടി നിയമങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ നാടിൻ്റെ ഭാവിയെ കരുതി എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് അവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളത് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ കുഴപ്പം കർഷകരായ നമ്മൾ രാഷ്ട്രീയ അടിമകളായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയത്തിൻ്റെയും അടിമകളായി ഇനി മുതൽ കർഷകർ ജീവിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്താൽ, അത് ഇടതനാകട്ടെ വലതനാകട്ടെ അതിൻ്റെ അപ്പുറമുള്ളവനാകട്ടെ, ആരായാലും കർഷകരെ അവഗണിക്കുന്നവരെ കർഷകരും അവഗണിക്കുമെന്ന് ചങ്കൂറ്റത്തോടെ നട്ടെല്ല് വളയ്ക്കാതെ നിവർന്നു നിന്ന് പറയുന്ന കാലം കർഷകരുണ്ടാക്കുമ്പോൾ കർഷകൻ്റെ പ്രശ്നങ്ങളെ ഇവർ പരിഗണിക്കും. അതില്ലാത്തിടത്തോളം കാലം നമ്മളുടെ ആവശ്യങ്ങൾ വനരോധനങ്ങളായി അധപ്പതിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലുള്ള കർഷകൻ്റെ റബ്ബർ എടുക്കാൻ മടിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. കേന്ദ്രത്തിന് വിചാരിച്ചാൽ, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചാൽ അതിന് തടയിടാൻ സാധിക്കും. നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു തുറമുഖത്തൂടെ എങ്ങാണ്ട് ഈ റബ്ബർ ഇറക്കുമതി ചെയ്യാൻ സാധിക്കുമായിരുന്നു. ചാക്കോ സാറ് പറഞ്ഞു തരും. ഇപ്പോൾ എല്ലാ തുറമുഖത്തും അനുവാദം കൊടുത്തെന്നാണ് കേട്ടത്.
അത് ശരിയാണെങ്കിൽ കർഷകരോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. കേന്ദ്ര സർക്കാർ നോക്കിയാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നതിൽ ഒരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങ് കേരളത്തിലോട്ട് വന്നാലോ, സംസ്ഥാന സർക്കാർ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? കാലാകാലങ്ങളിൽ കർഷകൻ്റെ കണ്ണിൽ പൊടിയിടുന്ന പ്രസ്താവനകളല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നത്? ഇലക്ഷന് മുമ്പിൽ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ പ്രകടന പത്രിക നിങ്ങൾക്ക് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ എടുത്തു നോക്കണം. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് 250 രൂപ റബ്ബർ കർഷകർക്ക് താങ്ങുവില നൽകുമെന്നാണ് പറഞ്ഞത്. നമ്മളാരും കണ്ണുപൊട്ടന്മാരല്ല. അതായത് 50 രൂപ കൊടുക്കാൻ നല്ല എഴുതിയേക്കുന്നത്. 250 രൂപ കൊടുക്കാമെന്ന് ഇവിടുത്തെ നാട്ടിലെ വോട്ടർമാരോട് വാക്കുകൊടുത്ത് പറ്റിച്ച ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാർട്ടിയൊന്നുമല്ല പ്രശ്നം. ഇവിടെ സാധാരണക്കാരനായ റബ്ബർ കർഷകനെ അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും പറ്റിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അവർ വാക്ക് പാലിക്കട്ടെ. അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാരെ, ഇടതുപക്ഷ ജനപ്രതിനിധികളെ, നിങ്ങൾക്ക് ആർജവത്വമുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനായ റബ്ബർ കർഷകന് വേണ്ടി ഈ തീരുമാനം നടപ്പിൽ വരുത്തി കാണിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സർക്കാരിനത് സാധിച്ചില്ലെങ്കിൽ ഞാൻ പറയും, അടുത്ത തെരഞ്ഞെടുപ്പിൽ റബ്ബർ കർഷകർ സ്വന്തമായി നിലപാടെടുക്കണം. ഇലക്ഷനുകളൊന്നും കാലാകാലത്തേക്ക് തീർന്നു പോകുന്നതല്ല. 5 വർഷമേ ഉള്ളൂ ഓരോ സർക്കാരിനും ആയുസ്. ഈ 5 വർഷം കഴിയുമ്പോൾ ഇവർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണം. ആ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അധികാരം നമ്മൾ പ്രയോഗിക്കണം. വോട്ടവകാശം വ്യക്തതയോടെ സുബോധത്തോടെ നമ്മൾ ഉപയോഗിച്ചാൽ ഈ ഗവൺമെൻറ്റുകൾ നമ്മളെ ചെവിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയുവാനുള്ളത്, രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഈ അടിമത്തത്തിൽ നമ്മൾ വിമോചിതരാകണം. കർഷകന് ആ മോചനത്തിൻ്റെ നാളുകളിലെ രക്ഷയുണ്ടാവുകയുള്ളൂ.